ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിതിനെടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ ക്വാണ്ടിറ്റി അല്ല ഉണ്ടാക്കുന്നത്, ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായി പുരട്ടി വെക്കാം. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഞാൻ ഇത് 1 ഗ്ലാസ് കൈമാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഈ 1 ഗ്ലാസ്സിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതുക്കാനായിട്ട്, കഴുകി വെള്ളത്തിലിട്ട് കുതുക്കാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചെമ്മീനെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെമ്മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ 2 പട്ടയും 2 ഏലയ്ക്ക് അതുകൊണ്ട് ചേർക്കാം. അതൊന്ന് മൂത്തു എന്നതിന് ശേഷം നമുക്കിതിലേക്ക് 3 സവാള അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു 2 വലിയ പച്ചമുളകാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർക്കാം. നമുക്ക് പച്ചമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 2 തക്കാളി, ചെറിയ തക്കാളി കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്പൂണോളം ഗരം മസാല അതുകൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ തക്കാളി നന്നായിട്ട് വഴഞ്ഞ് അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങട്ടെ. അതുവരെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഈ തക്കാളിയുടെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് തേങ്ങയാണ് സാധാരണ ചേർക്കുന്നത്. പക്ഷെ ഞാൻ ഇതിന് തേങ്ങാപ്പാൽ 1 കപ്പ് തേങ്ങയുടെ, ചെറിയ തേങ്ങയുടെ പാൽ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ അരി ഒന്ന് സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് കുറച്ച് ഗ്രേവിയിൽ ഇരുന്നോട്ടെ വെച്ചിട്ടാണ്. അപ്പം ഈ അരി വെന്ത് വരുമ്പോൾ കറക്റ്റാണ്. അപ്പം ഇതിനകത്ത് 2 ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ അരി 1 ഗ്ലാസ് ആയിരുന്നല്ലോ അരി. അപ്പോൾ അതിന് 2 ഗ്ലാസ് വെള്ളം മതി. ഇതിനകത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് ഈ വെള്ളത്തിന്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതോടൊപ്പം നമുക്കൊരു അല്പം നെയ്യ് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം.
നെയ്യൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കണ്ട, ഒഴിവാക്കാം. എന്നിട്ടിത് നന്നായിട്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം. കണ്ടോ, നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ചെമ്മീൻ, ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് ഞാൻ ഡ്രൈ കുറച്ചാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഈ ചെമ്മീൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. മല്ലിയില ചേർത്താലും നല്ല, പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിന് ഇതൊരു 2-3 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ആവി കയറ്റാം. അതിന് ശേഷം നമുക്ക് ഇത് നോക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ, നമ്മുടെ അടിപൊളി ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇതാണ്, വളരെ ടേസ്റ്റി ആയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇതിവിടെ ഡ്രൈ ആക്കുന്ന ഇഷ്ടമല്ല, കുറച്ച് ഒരു കുറുകിയിരിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചോറ് കുറുകിയ പോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടെ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ.